അമ്മേ, ആ ഇൻസ്പെക്ടർ ഇങ്ങോട്ട് വരുന്നു. അല്പം വെയിറ്റ് ചെയ്യൂ. എന്നെ മനസ്സിലായോ? ഞാൻ ഇന്ദുവിനെ ഒന്ന് കാണാനായി തന്നെ വന്നതാണ്. ഇവിടെ ഇരിക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങോട്ട് മാറിയ ദിവസമാണ് പ്രഭേഷന് ജോലി നഷ്ടപ്പെട്ടത്. നിന്റെ പ്രഭേട്ടന് ജോലി നഷ്ടപ്പെട്ടിട്ടില്ല. 3 മാസത്തേക്ക് ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ച ഒരവധി, അത്രേ ഉള്ളൂ. എന്റെ മക്കൾ ചെയ്ത കുറ്റത്തിന് കുഞ്ഞെന്തിനാ പ്രഭാകരനെ ശിക്ഷിച്ചത്? ഞങ്ങളെ സഹായിച്ചു എന്നൊരു തെറ്റേ പ്രഭാകരൻ ചെയ്തിട്ടുള്ളൂ. തിരുത്താൻ പറ്റാത്ത തെറ്റുകളില്ല. അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റ് ചെയ്തവളാ ഞാൻ. അതിന്റെ ഫലം മുഴുവൻ അനുഭവിക്കുന്നത് എന്റെ മക്കളും. അത്യാവശ്യത്തിനുള്ള വീട്ടുപകരണങ്ങളായി 2 ആഴ്ചത്തേക്കുള്ള അരിയും സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ ധാരാളം. നളനിന് ഞാൻ വലിയൊരു കടക്കാരനായി. ഈ ജന്മം തിരിച്ചു തരാനാവാത്തത്ര കടപ്പാടും. കഴിഞ്ഞ ജന്മം നീ എനിക്ക് തന്നത് ഈ ജന്മം ഞാൻ തിരിച്ചു തരുന്നു എന്ന് വിചാരിച്ചാൽ മതി. ജയ, നീ കൂടെ ചെല്ല്, പോലീസ് മാമന്റെ കൂടെ. നിങ്ങൾ പറയുന്ന ബേബിച്ചൻ രാഷ്ട്രീയത്തിൽ പിടിപാടുള്ള ആളാണല്ലേ? അതുകൊണ്ടാ കുഞ്ഞെ ഞങ്ങൾക്ക് പേടി. ധൈര്യമായിരിക്കൂ, എല്ലാം ശരിയാവും. ഞാൻ ഇറങ്ങട്ടെ. ഇത് വെച്ചോളൂ. ചേച്ചി അനിയത്തിക്ക് തരുന്ന പോലെ കരുതിയാ മതി. വാങ്ങിച്ചോളൂ. ഇന്ദു, ആ രൂപ തിരിച്ചു കൊടുത്തേക്കു. ഞാനത് പ്രഭാകരന് തന്നതല്ല. ഇപ്പോ ഇന്ദു ഞാനും തമ്മിൽ വ്യത്യാസമില്ല. അവള് വാങ്ങിയ ഞാൻ വാങ്ങുന്ന പോലെയാ. നിങ്ങൾ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ 250 രൂപ കടം വാങ്ങി. അത് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. കൂടുതൽ കടപ്പാട് എപ്പോഴും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതാ. ആ പെണ്ണുമുള്ളിയല്ലേ പോലീസ് അമ്മാവനെ സസ്പെൻഡ് ചെയ്തത്? പിന്നെ ഇതിനാ ഒരു നാണം ഇല്ലാതെ നമ്മുടെ വീട്ടിൽ വന്നത്? പോലീസ് അമ്മാവ, ഞാൻ പോട്ടെ. ചോറിന്റെ അകത്ത് ചേച്ചി അവിയിൽ അരിയുന്നേ ഉള്ളൂ. ഐ കോൺ വെയിറ്റ്. മോന് നന്നായി വിശന്ന് കാണും. മണി 3 ആയില്ലേ? താമസിച്ചുള്ള ഊണാ ഞങ്ങളുടെ വീട്ടിലും പതിവ്. അമ്മേ, ഓ, അമ്മായിയമ്മ ഇങ്ങി വന്ന് പൊറുതി തുടങ്ങിയെന്ന് കേട്ടു. കല്യാണത്തിന് മുമ്പേ എന്റെ മോനെ മൊത്തമായിട്ട് ഇങ്ങ് എടുത്തോ? കഴുത്തെ താലി കയറുന്നതിന് മുമ്പ് ഇതാ സ്ഥിതിയെങ്കിൽ ഒന്ന് പെറ്റ് കഴിയുമ്പോ എന്തായിരിക്കും? അമ്മ വരൂ, നമുക്ക് ഊണ് കഴിക്കാം. ഓ, അമ്മയോടൊരു സ്നേഹം. എനിക്ക് വേണ്ട നിന്റെ ചോറും പായസം ഒന്നും. നമുക്ക് ഒരുമിച്ചിരിക്കാമേ, അല്ലേ ഞാനും കഴിക്കുന്നില്ല. നിന്റെ വീട്, നിന്റെ ചോറ്, നിന്റെ ഇഷ്ടക്കാരി. നീ എന്തിനാ ഉണ്ണാതിരിക്കുന്നേ? വരൂ അമ്മേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മയെ കൂട്ടുന്ന ഒരു മോൻ ദിവസം വീട്ടിൽ വന്ന് 3 നേരം അമ്മയ്ക്ക് വാരി തരികയല്ലേ? അമ്മ എനിക്കും ഞാൻ അമ്മയ്ക്കും വാരി തന്നിട്ടില്ലേ? അമ്മ മറന്നുപോയോ? ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്താലും അമ്മയ്ക്ക് മോനെന്ന് വിളിക്കാൻ രണ്ടാമതൊരാളുണ്ടോ? ഇന്ന് എന്റെ ഒപ്പം ഇരുന്ന് അമ്മ ഊണ് കഴിക്കണം. ഞാൻ ഈ വീട് വാടകയ്ക്ക് എടുത്തിട്ട് ആദ്യമായിട്ട് ചോറ് വെക്കുന്ന ഇന്ന എന്റെ അമ്മയും അച്ഛനെയും കൂടപ്പുറപ്പുകളെയും ഓർത്തിട്ടാ ഞാൻ ഉണ്ണാനിരുന്നത്. നിന്റെ അടുത്ത് എനിക്ക് എന്ത് വാശി? നമുക്കൊന്ന് ചൂണ് കഴിക്കാം. അമ്മ ഇരിക്കെ. മോനിരിക്കെ, ഇരിക്കെ. കറികളൊക്കെ നീയാണോ വെച്ചത്, അതോ നിന്റെ തള്ളയോ? ഞാനമ്മേ. തരക്കേടില്ല, ഏതാണ്ടൊരു ചൊവയൊക്കെ ഉണ്ട്. തന്നിഷ്ടക്കാരിയാണെങ്കിലും നിനക്ക് വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാം. പിന്നൊരു കാര്യം, അമ്മയോടും മോളോടും കൂടെ എന്റെ മോന് എന്നോടുള്ള സ്നേഹം കണ്ടല്ലോ. അവനെ പെട്ടിക്കകത്ത് വെച്ച് പൂട്ടിക്കളയരുത്. അതെന്തോടാ, മാങ്ങക്കറിയാണോ? ചിരിഞ്ഞിട്ട് പ്രഭാകരന്റെ അമ്മ പറയുന്നതിലും കാര്യമില്ലാതില്ല. നിന്റെ കഴുത്തിൽ ഒരു താലി പോലും ഇല്ല.
എന്ത് ബന്ധം പറഞ്ഞാ ഞാൻ ഈ വീട്ടിൽ കഴിയാ? നീ എന്താ ആ കാര്യം പ്രഭാകരനോട് പറയാത്തത്? അമ്മ പറയുന്നു എന്റെ കഴുത്തിലൊരു താലി വേണമെന്ന്. ഞാൻ ചിന്തിക്കാതിരുന്നില്ല. പക്ഷെ ഒരു ജോലി കൂടി ഇല്ലാത്ത ഈ സമയത്ത് ഒരല്പം പൊന്ന് എന്റെ കഴുത്തിലും കാതിലും ഉണ്ട്. ഞാനിത് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് മേടിച്ചതാ. ഇത് വിറ്റ് എനിക്കൊരു താലി മാത്രം വാങ്ങൂ. അതൊരു ചരടിൽ ഈ കഴുത്തിൽ കെട്ടിയാ മതി. ആർതാണോ അവിടെ? എടി, നിന്നോട് മില്ലിൽ വരാൻ ആരാ പറഞ്ഞേ? അച്ഛാ, ലീല ഗോതമ്പ് പൊടിപ്പിക്കാനാ വന്നിരിക്കുന്നത്. വ്യക്തിപരമായ കാര്യവും ബിസിനസ് കാര്യവും തമ്മിൽ കൂട്ടിക്കൊടിക്കരുത്. ഇറങ്ങി പോടി വണ്ണേ പുറത്ത്. അച്ഛാ, നിന്റെ ഗോതമ്പ് എന്റെ മെഷീനിൽ പൊടിക്കാൻ ഒക്കില്ല. നിങ്ങളൊക്കെ പോയിക്കോ, ഇന്നിവിടെ പണിയില്ല. എടാ ശ്രീകൃഷ്ണ, മാധവക്കുറുപ്പേ, എടാ ദാക്ഷായിനിയമ്മ എന്നെ പേര് വിളിക്കുന്നത് വേറെ കാര്യം. നീ എന്റെ മോന. ഇപ്പൊ ഞാൻ തൊഴിലാളി, നിങ്ങൾ മുതലാളി. ഞാൻ സമരം പ്രഖ്യാപിക്കുന്നു. എടാ എന്താ ഈ കാണിക്കുന്നത്? എടാ ശ്രീകൃഷ്ണ, പൊന്നുമോനെ ചതിക്കല്ലേ. നീ ആ ഫ്യൂസ് കൊണ്ടുപോയാ ദാക്ഷായിനിയമ്മ എന്റെ ഫ്യൂസ് വരും. ലീലെ, എന്റെ പുറകെ വരണ്ട, നീ എന്റെ പാട്ടിന് പോ. നിന്റെ പുറകെ മാത്രമേ ഞാൻ വരൂ. എന്നാ എന്നെ കല്യാണം കഴിക്കേ. ഞാൻ റെഡി. സത്യാണോ? സത്യം. കെട്ടിപ്പിടുത്തം നിന്നെ ഞാൻ ശരിയാക്കും. എന്റെ മോന്റെ മാനം അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാൻ പറഞ്ഞത്. എന്നെ ഓടിക്കരുത്, അവിടെ നിൽക്കാൻ. എന്ത് വേണം? കല്യാണം കഴിക്കണം. എന്നെയോ? ലീല, ഞാൻ പറയാം. ഞാൻ ശ്രീകൃഷ്ണനും തമ്മിൽ സ്നേഹത്തിലാ. ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം. അതിന് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നാ പറയുന്നത്. എന്താ അമ്മേ? എന്റെ മോക്ക് കല്യാണം ഉറപ്പിച്ചതാ ഇവന്റെ തന്തേന്നല്ലേ. പ്രഭാകരൻ ഏതോ ഒരു പെണ്ണിനെ കൂടെ താമസിപ്പിച്ചെന്ന് പറഞ്ഞ അവര് പിന്മാറി. അത് ഞാനങ്ങ് ക്ഷമിച്ചു. എന്നാലും ഇവൻ പിന്നെ ഇവിടെ പിന്നാലെ കൂടി റോഡിൽ വെച്ച് തോന്നിയാസം കാണിക്കാ. അമ്മ ഇപ്പൊ മോളെ വിളിച്ചോണ്ട് പോണം. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. വാടി ഇവിടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിക്കട അവിടെ. ദാക്ഷണിയമ്മേ, എന്താ നിങ്ങളുടെ വിചാരം? വിശ്വാസവഞ്ചന കുറ്റകരമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ കുടുംബസ്ഥിതിക്ക് പറ്റിയ ബന്ധം. എന്താ നിങ്ങളുടെ കുടുംബസ്ഥിതി? പറയൂ, കേൾക്കട്ടെ. ഞങ്ങൾ മാർത്താണ്ഡ മഠത്തിൽ പിള്ളയുടെ വംശമാ. പച്ച കള്ളവാ. അമ്മയുടെ ഒരു വലിയ മുത്തശ്ശി ആ തറവാട്ടിലെ അടിച്ചുകളിക്കാരിയായിരുന്നു. അതാ സത്യം. ഇത് മറ്റൊരു കേസിനുള്ള വഴി. എനിക്ക് ഈ കല്യാണം പരിപൂർണ സമ്മത. ദാക്ഷായിനിയമ്മ പേടിച്ചാ ഞാനൊന്നും മിണ്ടാതെ നിൽക്കണത്. ഭാര്യ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? അതൊരു ശീലായിപ്പോയി. നിങ്ങൾ വാക്ക് പാലിക്കണം. വംശപാരമ്പര്യം പ്രസംഗിച്ചാൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിലും കാണിക്കണം. നിങ്ങൾ ഈ വിവാഹം നടത്തി കൊടുത്തില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ നടത്തി കൊടുക്കും. എന്ത് പറയുന്നു? ഞങ്ങൾ തന്നെ നടത്തി കൊടുക്കാം. മാധവക്കുറുപ്പേ, ജോത്സരെ കണ്ട് മുഹൂർത്തം നോക്കിക്കോളൂ. ശരി. പ്രഭാകരനില്ലേ ഇവിടെ? ഇല്ല, ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി. ആ, എന്റെ ഭാര്യ പറഞ്ഞു ഇവൾക്ക് നന്നായിട്ട് വെക്കാനും വിളമ്പാനും ഒക്കെ അറിയാന്ന്. നല്ല വിശപ്പുണ്ട്, വല്ലതും കഴിക്കാനുണ്ടാ? ഉണ്ട്, പുട്ടും പയറും തരട്ടെ? ആ, ചെറുപ്പത്തിലെ ഭക്ഷണം എന്ന് പറഞ്ഞ ആർത്തിയാ. എത്ര കഴിച്ചാലും മതിയാവില്ല. പിന്നെ കൂടിയും തുടങ്ങിയപ്പോ പറയും വേണ്ട. ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് 5-6 ദോശ കഴിച്ചതാ. അത് എവിടേക്കാ പോണേന്ന് എനിക്കറിയില്ല. മോളെ, ഞാൻ ഇനി ഇവിടെ തന്നെ നിങ്ങളുടെ കൂടെ കഴിയാൻ പോവാ. എന്താ? ദാച്ചാ, അന്ന് എന്റെ കാശില്ലായിരുന്നു. വേണ്ട മോളെ, ഇന്നലെയും ഇന്ന് ഇതുവരെയും ഞാൻ കഴിച്ചിട്ടില്ല. കഴിക്കാതെ നിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കണ്ടവന്റെ മുമ്പിലൊക്കെ കുടിക്കാൻ വേണ്ടി കൈ നീട്ടിയിട്ടുണ്ട്. അതൊരു നാണക്കേടാണെന്ന് അപ്പൊ ഞാൻ ഓർത്തില്ല. എനിക്ക് വേണ്ട. പ്രഭാകരനിരിക്കോ, ആശ കുളിക്കാൻ ഇപ്പൊ വരും. ഇത് 250 രൂപയുണ്ട്. ഞാൻ മിസ് ആശയ്ക്ക് കൊടുക്കാനുള്ളതാണ്. എനിക്ക് അവരെ കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ പണം മടക്കി കൊടുക്കണമെന്ന് നിർബന്ധമുണ്ട്. നിൽക്കൂ. ഇവിടെ വരെ വന്നിട്ട് ആശയെ കാണാതെ പോകുന്നത് എന്തായാലും ശരിയല്ല. അങ്ങനെ ഒരു ബന്ധമല്ല ആശയ്ക്ക് നിങ്ങളോടുള്ളത്. എന്ത് ബന്ധം? എന്നെ സസ്പെൻഡ് ചെയ്യിപ്പിച്ച അവരല്ലേ? ആ ധാരണ ശരിയല്ല. കണ്ടുമുട്ടിയ നിമിഷം മുതൽ ആശ പ്രഭാകരനെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്ദുവിനെ പ്രഭാകരൻ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ആ സ്ഥാനത്ത്. സ്റ്റെല്ല, നീ സംസാരിച്ചു നിന്നതല്ലാതെ പ്രഭാകരൻ ഒരു ചായ വേണോന്ന് പോലും ചോദിച്ചില്ല അല്ലേ?
എന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ തെറ്റ് എനിക്ക് പറ്റി. ഞാനത് തിരുത്തുകയും ചെയ്തു. ഒരു പ്രധാന കാര്യം, ഞാൻ ഇന്ദുവിനെ കണ്ട് സംസാരിച്ചത് വളരെ പ്രയോജനം ചെയ്തു. ചിലതൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞു. ഞാൻ SP യെ കാണാൻ പോവാണ്. പ്രഭാകരൻ കൂടി എന്നോടൊപ്പം വരണം. ഈ ബേബിച്ച മുതലാളിയെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. ജുവലറി, ഫൈനാൻസ് കമ്പനി, എക്സ്പോർട്സ്, എസ്റ്റേറ്റ് തുടങ്ങി പലതുമുള്ള ആളാ. പിന്നെ ഹൈ ലെവൽ ഇൻഫ്ലുവൻസും ഉണ്ട്. സോളിഡ് എവിഡൻസ് ഇല്ലാതെ ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ല. തെളിവുകൾ ഉണ്ടാക്കാൻ സാർ. തെക്കേപ്പാട്ട് ജ്വല്ലറിയിൽ മോഷണം നടത്തിയത് വാസുവല്ല, ഈ ബേബിച്ച മുതലാളിയുടെ ആളാണ്. തെക്കേപ്പാട്ട് ജ്വല്ലറി മോഷണ കേസ് വാസുവിനെ പിടിച്ചത് ഈ നിൽക്കുന്ന പ്രഭാകരൻ തന്നെയല്ലേ? അത് ആള് മാറിപ്പോയതാണ് സാർ. അപ്പോ അത് ആരാണെന്നറിയാതെ നിങ്ങളുടെ പേരിലുള്ള സസ്പെൻഷൻ പോലും എനിക്ക് പിൻവലിക്കാൻ പറ്റില്ല. ആളെ അറിയാം സാർ. അതൊരു അച്ചുവാണ്. അയാളെ കണ്ടുപിടിച്ചാൽ ഈ ഒരു കേസ് മാത്രമല്ല, മറ്റു പലതിനും തുമ്പുണ്ടാവും. അയാളുടെ വേറെ ബൂട്ട്സ് അറിയാൻ എന്താ വഴി? ഇപ്പൊ ജയിലിലുള്ള വാസുവിന് അച്ചുവിന്റെ താവളങ്ങളെല്ലാം അറിയാം. വാസുവിനെ 1-2 ദിവസത്തേക്ക് വിട്ടുതരാനുള്ള ഏർപ്പാടുകൾ സാറ് ചെയ്തു തരണം. യു മീൻ മുള്ളുകൊണ്ട് മുള്ളെടുക്കുക, അതല്ലേ? സാർ, പക്ഷെ അതിലുള്ള റിസ്ക് ഐ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി സാർ. ഓക്കെ, നമുക്ക് ജയിൽ സൂപ്രണ്ടിനെ കാണാം. അച്ഛൻ്റെ ഒരു താവളം നാരായണന്റെ വീടാ. അണ്ണൻ എന്താ വേണ്ടത്? കോഴിയാടോ? മീൻകറി മതി. അല്ല, ഇതാര് വാസുവോ? എവിടെയായിരുന്നു ഇത്രയും നാളും? ഞങ്ങളെയൊക്കെ ഒന്ന് മറന്നു അല്ലേ? നീങ്ങ വന്നേ, ഞാൻ അവളെ നടത്ത് കാണട്ടെ. ആയ കാലത്ത് ഞാനും ഇവിടെ പോലെ ഇരുന്നതാ. നിനക്ക് എത്ര അഡ്വാൻസ് വേണോടി? എത്ര കിട്ടുമെന്ന് പറ. 10,000 വരെ ആരും കണ്ണുമടച്ചു തരും. പിന്നെ കിട്ടുന്ന അവരവരുടെ മനോധർമ്മം പോലെ ഇരിക്കും. അച്ചുവിടെ അവനെ കണ്ടിരുന്ന കാര്യം വേഗം ശരിയായനെ. ആ കാര്യം വാസു അറിഞ്ഞില്ലേ? ആ കള്ളയുടെ ആ ഫ്രണ്ട് എടുത്തുനിന്ന് പോയി. ഇപ്പൊ ആ പങ്കജാക്ഷിയുടെ കൂടെയാ. ഏത് പങ്കജാക്ഷി? പങ്കജാക്ഷി, എടി പങ്കജാക്ഷി. എന്താ? എന്റെ അച്ചോണ്ണനെ വിളിച്ച്. ഏതച്ചോണ്ണൻ? എന്റെ അച്ചോണ്ണൻ. നീ കൈവശം കൊടുത്ത് പിടിച്ചു വെച്ചിരിക്കല്ലേ? അത് നിന്റെ തൊടില് ചാരായത്തിൽ നീ ജപിച്ചു കൊടുത്തത്. അത് ഛർദ്ദിപ്പിക്കാൻ ഞാൻ പെട്ടപാട് എനിക്കറിയാം. എന്റെ കഞ്ഞി പാറ്റായിട്ടുണ്ട് അപരാധം പറയുന്നു. എന്നാലും നിന്റെ അച്ചോണ്ണനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകും. അച്ചോണ്ണ, കാണട്ടെ. മര്യാദയ്ക്ക് രണ്ടെണ്ണത്തിന് ഞാൻ കുത്തി വളർത്തും പറഞ്ഞേക്കാം. നാരായണ നീ പോ. ഇല്ല, അച്ചോണ്ണൻ വന്നാലേ ഞാൻ പോവും. എനിക്കും ചോദിക്കാനും പറയാൻ ആളുകളുണ്ടെന്ന് നീ കണ്ടോടി എന്തവളെ. അണ്ണന്മാരെ, നിങ്ങളിങ്ങ് വാ. കുട്ടി ഭാസ്കര ഓടിവാ. എന്റെ ചിറ്റപ്പൻ. ഈ മനുഷ്യനെ ഞങ്ങൾ വഴിയാധാരാക്കിയത്. ഒളിച്ച താമസ കണ്ടുപിടിക്കുന്നത് വിചാരിച്ചു മധുരത്തിന് സുവാസം കൊണ്ടുപോകാം. വീട്ടിൽ കയറി വന്ന് അക്രമം കാണിക്കുന്നു. താനാരാ ചോദിക്കാൻ? എന്റെ ഭാര്യയെ ബാലെ കൊണ്ടുപോകാൻ നടന്നിരിക്കുന്നത്. ആരായാലും ഇവർക്ക് ഇഷ്ടമില്ലാതെ ഇവിടെ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൾ എന്റെ മോളാ. കള്ളും ചാരായം കുടിച്ച് ഒരുപാട് ദ്രോഹങ്ങൾ ഞാൻ എന്റെ കുടുംബത്തിന് ചെയ്തിട്ടുണ്ട്. അതിന് പ്രാശ്ചിത്തായിട്ട് ഒരു നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യണം. ഈ കുഞ്ഞിനെ ഞാൻ വിട്ടുതരില്ല. തടി കേടായിട്ടൊക്കെ മറിക്കൂ. ഭീഷണിപ്പെടുത്തുന്നോ? കൊല്ലങ്ങൾ പോലീസുകാരനായിരുന്നവനടാ ഞാൻ. കിളവനാണെങ്കിലും ഇപ്പോഴും ആ രക്തം തന്നെയാടാ എന്റെ ശരീരത്തില്. അക്രമം എവിടെ കണ്ടാലും ഞാൻ എതിർക്കും. അതുപോലെ നിന്നെപ്പോലുള്ള ഗുണ്ടകളെ.
പേഴ്സിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം നീ എന്ത് ചെയ്തു? എടാ, മോഷ്ടിക്കുന്നത് നീ, ഇടി കൊള്ളുന്നത് നീ, ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് നീ തന്നെ. പക്ഷെ നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് മറ്റാരുവാ? അതാരാ? തുറയിടോ. ബേബിച്ച മുതലാളി. അത് ശരി. അയാൾ ഈ സ്വർണമൊക്കെ എന്താ ചെയ്യുന്നത്? ഉരുക്കി വേറെ ഉരുപ്പടി ഉണ്ടാക്കി അവരുടെ കടയിൽ കൊണ്ടുവച്ച് വിൽക്കും. ബേബിച്ചിന് പെൺവാണിഭവം ഉണ്ടല്ലേ? എടാ, പെണ്ണ് കച്ചവടം ഉണ്ടോന്ന്? 10-20 പെൺകുട്ടികളെ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അവരെവിടേക്കോ ജോലിക്ക് അയച്ചു. പ്രഭാര, ഇന്ദുവിന്റെ ചിറ്റപ്പം വന്ന് ഇന്ദുവിനെയും അവിടെ അമ്മയെ എങ്ങോട്ടോ പിടിച്ചോണ്ട് പോയി. ഇവനകത്തിട. ഒരു പാവം പോലീസുകാരനെ രക്ഷകനായിട്ട് കിട്ടിയപ്പോ എല്ലാം നേടിയെന്ന് കരുതിയോ അമ്മയും മോളും? എന്റെ മോക്ക് നിങ്ങളുടെ ജോലിയും വേണ്ട, പണവും വേണ്ട. പക്ഷെ എനിക്ക് നിന്റെ മോളെ വേണമല്ലോ. തങ്കപ്പാ, ഈ തള്ള ഇവിടെ ആവശ്യമുണ്ടോ? ഇല്ല മുതലാളി. നിൽക്കടി. അക്കൗണ്ട് ബുക്സ്, മേജർ ഫയൽസ് ഒന്ന് പരിശോധിക്കണം. എന്നെ കളിപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് കടന്നു കളഞ്ഞ നിന്നെ വെറുതെ വിടരുതെന്ന് എന്റെ വാശിയായിരുന്നു. ഏതായാലും ഇനി എനിക്ക് നിന്നെ വേണ്ട. ഈ പിള്ളേർ എന്റെ പാർട്ട്നേഴ്സിന്റെ മക്കളാ. കുറെ ദൂരെ നിന്ന് വന്നതാ. അവരെ ഒന്ന് പരിചയപ്പെട്, നിനക്ക് പ്രയോജനം ഉണ്ടായി. ആ എസ് ഐ നമ്മുടെ ഫൈനാൻസ് കമ്പനി റെയ്ഡ് നടത്തുന്നെന്ന്. മന്ത്രിസഭയിലുള്ള നമ്മുടെ പയ്യൻ എനിക്ക് നേരത്തെ സൂചന തന്നിരുന്നു. എല്ലായിടത്തും കയറുന്ന കൂട്ടത്തിൽ നമ്മുടെ ചിട്ടി കമ്പനിയിൽ ഒന്ന് കയറുമെന്ന്. പത്രക്കാരുടെ വായടയ്ക്കാന് ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന്. എങ്കിൽ തൽക്കാലം നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം. മാറി. Come on. മോനെ, നമ്മുടെ ഇന്ദു മോളെ. ഇന്ദുവിടെ ബേബിച്ചന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ. ഹലോ, ഞാൻ എവിടെയുണ്ടെന്ന് പറയണ്ട. ശരി മേഡം. ദേവിച്ചൻ എവിടെയോ?
ഇൻസ്പെക്ടർ ആശാ നായർ. ഈ ബേബിച്ചനെ അങ്ങനെ തോൽപ്പിക്കാമെന്ന് കരുതിയോ നീ? നിന്റെ മേലാളന്മാർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാടിയത്. എന്റെ ഒരു ഫൈനാൻസ് സ്ഥാപനമോ ജുവലറിയോ റെഡി ചെയ്തെന്ന് വെച്ച് തളരുന്നവനല്ല ഈ ബേബിച്ചൻ. ഒരു ഇൻസ്പെക്ടറുടെ വേഷം കിട്ടിയപ്പോഴേക്കും നീ അങ്ങ് സ്വയം മറന്നു. ഈ വേഷം അഴിച്ചാൽ നീയും വെറൊരു പെണ്ണാണ്. മാത്രമല്ല, നിന്നെപ്പോലൊരു സുന്ദരിക്ക് ചേർന്നല്ല ഈ പരുക്കൻ വേഷം. Well done, Asha. I am really proud of you. താങ്ക് യു സർ. പക്ഷെ എന്നേക്കാൾ കൂടുതൽ ക്രെഡിറ്റ് അർഹിക്കുന്നവർ പ്രഭാകരനും വാസുവുമാണ്. Yes, I know it. എന്നാലാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ വാസുവിന് ഉറപ്പ് തരുന്നു. വളരെ ഉപകാരം സാർ. പ്രഭാകരന്റെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഏർപ്പാട് ഞാൻ ഉടനെ ചെയ്യാം. ചിലപ്പോ ഒരു പ്രൊമോഷനും ചാൻസ് ഉണ്ട്. താങ്ക് യു സാർ. ഇത് പ്രഭാകരൻ തീരെ പ്രതീക്ഷ ഉണ്ടാവില്ല. സസ്പെൻഷൻ കഴിഞ്ഞ ഉടനെ പ്രൊമോഷൻ. നീ ഭാഗ്യവാനാണ്ട പ്രഭാകര. അബ്ദുക്ക, ഓ ഞാനൊരു കാര്യം പറഞ്ഞ വിഷമം തോന്നരുത്. എന്തിന്? ഈ എടാ എന്നുള്ള വിളി അങ്ങ് ഒഴിവാക്കണം. ഞാനിപ്പോ നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസറാണ്. അബ്ദുക്ക, മര്യാദക്ക് തൊണ്ടി ഞങ്ങളെ ഏൽപ്പിച്ച് കീഴടങ്ങ്. ഏത് തൊണ്ടി? കള്ള അമർന്ന് നീ അല്ലപ്പോ കട്ടോണ്ട്. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കരുത്. അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. അബ്ദുക്ക, അത് ഞാനല്ല. സ്റ്റേഷനിലോട്ട് വരണം. ഞാനല്ല.